ചൈനയുടെയും പാകിസ്ഥാന്റെയും നീക്കത്തെ പൊളിച്ചിരിക്കുകയാണ് ഇന്ത്യ. അതേസമയം ഇന്ത്യയുടെ കൂടെയുള്ള റഷ്യ എന്ന് പറയുന്ന സൗഹൃദ രാജ്യമാണ് ഇന്ത്യക്ക് വേണ്ടി ഇത്തവണ വാളുയർത്തിയിരിക്കുന്നത്. അതെന്തിനാണെന്നല്ലേ, അഫ്ഗാൻ ക്വാഡ് ഗ്രൂപ്പിൽ ഇന്ത്യയെ അംഗമാക്കരുത് എന്നാണ് ഇപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനും ചൈനയ്ക്ക് സപ്പോർട്ടുണ്ട്. എന്നാൽ റഷ്യ ഇപ്പോൾ ഇരു രാജ്യങ്ങളെയും നഖശിഖാന്തം എതിർത്തുകൊണ്ട് ഇന്ത്യയെ എത്രയും വേഗം അഫ്ഗാൻ ക്വാഡ് ഗ്രൂപ്പിൽ അംഗമാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം അഫ്ഗാനിസ്ഥാനുമായി ഏറ്റവും നല്ല ബന്ധം എല്ലാ രാജ്യങ്ങളിലും വെച്ച്, അതായത് ലോക രാജ്യങ്ങളിലും വെച്ച് തന്നെ ഇപ്പോൾ പുലർത്തുന്നത് ഇന്ത്യയാണ് എന്ന് റഷ്യക്ക് കൃത്യമായി അറിയാം. ഇനി എന്താണ് ഈ അഫ്ഗാൻ ക്വാഡ് ഗ്രൂപ്പ് എന്നല്ലേ? അഫ്ഗാനിസ്ഥാനിലെ ക്വാഡ്രിപാർട്ടൈറ്റ് ഗ്രൂപ്പ് എന്നാണ് ഇതിനെ പൂർണ്ണമായും അറിയപ്പെടുന്നത്. ചുരുക്കപ്പേരിലാണ് ഇതിനെ അഫ്ഗാൻ ക്വാഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. ഇതിൽ റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇത് രൂപീകരിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമായും അതിന്റെ താലിബാൻ ഭരണകൂടവുമായും ബന്ധപ്പെട്ട സുരക്ഷയും സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അഫ്ഗാൻ ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് ഉണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിക്കുക, പോരാത്തതിന് അഫ്ഗാനിസ്ഥാന്റെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയുടെ ഇടപെടൽ വളരെയധികം ഗുണകരമായിരിക്കും എന്നാണ് ഇപ്പോൾ റഷ്യ പറയുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും വലിയ തിരിച്ചടിയായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാനുമായും ചൈനയുമായുമുള്ള ഇടപാടുകൾ നടത്തുന്നതിനുള്ള സുപ്രധാനമായ വേദിയും ഈ അഫ്ഗാൻ ക്വാഡ് നൽകുന്നുണ്ട്. ഈ വേദിയിലേക്ക് ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്തരുത് എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. അഫ്ഗാൻ ക്വാഡിൽ ഇന്ത്യയിലെ അംഗത്വം ശരിയായ ചുവടുവയ്പ്പിനുള്ള ദിശയാണ് നൽകുന്നത്. നമ്മുടെ ക്വാഡ് ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഇല്ലാതെ ഈ ക്വാഡ് അപൂർണമാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റും റഷ്യ ഇപ്പോൾ പുറത്തു വെച്ചിട്ടുണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ വിശ്വാസം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച ഗ്രൂപ്പിൽ ഇന്ത്യയും ഉൾപ്പെടുത്തണം. ഇതില്ലാതെ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ക്വാഡിൽ നിന്ന് ഇന്ത്യയെ അകറ്റി നിർത്തണം എന്ന് ചൈന നിർദ്ദേശിച്ചത് നഖശിഖാന്തം റഷ്യ എതിർത്തിരിക്കുകയാണ്. നമുക്കറിയാം, റഷ്യയും ചൈനയും എന്ന് പറയുന്നത് രണ്ട് സുഹൃത്ത് രാജ്യങ്ങളാണ്. എന്നാൽ ഈ ഇടയ്ക്ക് റഷ്യ 8 എണ്ണക്കപ്പലുകൾ അയച്ചത് ചൈനയിലെ തുറമുഖത്തിലേക്ക് അവർ അടുപ്പിക്കാൻ അനുവദിച്ചില്ല. ഇതോടുകൂടി റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഉലയുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളവും അത് പുറത്തുവിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ എണ്ണക്കപ്പലുകൾക്ക് ചൈന ഉപരോധം ഏർപ്പെടുത്തി എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇതോടുകൂടിയാണ് ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഉലയുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതിനിടയിൽ റഷ്യ ഇന്ത്യയോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയോട് അടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി മാറുകയാണ്. കാരണം പാകിസ്ഥാന് താലിബാനും തമ്മിൽ വലിയ രീതിയിൽ ഒരു ബന്ധം ഉണ്ടാകും എന്ന് കരുതിയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറുന്നത്. എന്നാൽ പാകിസ്ഥാൻ താലിബാനെ വ്യോമാക്രമണം നടത്തിയും മറ്റ് ആക്രമണങ്ങൾ നടത്തിയും പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇന്ത്യയും താലിബാനുമായി വളരെ നല്ല ബന്ധമാണ്. UAE-യിൽ വെച്ച് ഇന്ത്യയും താലിബാൻ നേതാക്കളും തമ്മിൽ ഈ ഇടയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ താലിബാന് വേണ്ട ചില സഹായ സഹകരണങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കാം എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. അത് പ്രധാനമാണ് ചബഹർ തുറമുഖം. ഈ ചബഹർ തുറമുഖത്തിൽ അഫ്ഗാനിസ്ഥാനും ചരക്ക് നീക്കത്തിനുള്ള ഒരു ഇന്റർനാഷണൽ സ്പേസ് ഞങ്ങൾ തരാം എന്നാണ് ഇന്ത്യ പറഞ്ഞിരുന്നത്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്ക് എതിരെയുള്ള യാതൊരു പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ മണ്ണ് ആരെയും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഉറപ്പ് ഇന്ത്യക്ക് നൽകിയിരുന്നു. പോരാത്തതിന് ഇന്ത്യയുടെ ഒരു നിഴൽ സൈന്യമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ. അങ്ങനെയായി അവർ മാറിയിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നുണ്ട്. പാകിസ്ഥാനും ചൈനയും തമ്മിൽ വലിയ ബന്ധത്തിലാണ്. പാകിസ്ഥാനിലെ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള POK അത് പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ആ POK വഴിയാണ് ചൈനയുടെ സുപ്രധാനമായിട്ടുള്ള പദ്ധതിയായിട്ടുള്ള ബെൽറ്റ് ആൻഡ് റോഡ് കടന്നു പോകുന്നത്. താലിബാൻ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ POK ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരും. അതായത് താലിബാൻ POKയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലേക്കുള്ള ആക്രമണങ്ങളാണ് പോകുന്നത്. ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചൈനയുടെ സകല പദ്ധതികളും തകരും. അതിനിടയിലാണ് ഇപ്പോൾ റഷ്യ തന്നെ നേരിട്ട് ഇന്ത്യയെ കൈപിടിച്ച് അഫ്ഗാൻ ക്വാഡിലേക്ക് കൊണ്ടുപോകുന്നത്. വരുന്ന ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെ ഉൾപ്പെടുത്താതെ ഒരു സഖ്യത്തിൽ മുന്നോട്ട് പോകാൻ ഒരു രാജ്യങ്ങൾക്കും സാധിക്കില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിഷയം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.